അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരു നലോടി ബലി അർപ്പിക്കാം. പരിരഞ്ജിതനായി തീർന്നിടാൻ നവമൊരു പീഠമൊരുക്കിടാൻ ഗുരുവിൻ സ്നേഹമൊഴിയാൻ തിരുമുൻപാകെ അണച്ചിടാൻ. സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശ്വരൻ പാടിപ്പുകഴ്ത്തിടുവിൻ. ആഹ്ലാദചിത്തര സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാ ഉന്നതനീശ്വരൻ പാടിപ്പുകഴ്ത്തിടുവിൻ.
തപ്പുകൾ കൊട്ടുവിൻ ഇന്നല വീണകൾ ഇമ്പമായി വീട്ടിടുവിൻ ആർത്തുഘോഷിക്കുവിൻ കാഹളം മുഴക്കുവിൻ ആഘോഷമോടെ പാടുവിൻ ആർത്തുഘോഷിക്കുവിൻ കാഹളം മുഴക്കുവിൻ ആഘോഷമോടെ പാടുവിൻ ആഹ്ലാദചിത്തരാം സങ്കീർത്തനങ്ങളാം ദൈവത്തെ വാഴ്ത്തിടുവിൻ ശക്തി സങ്കേതമാം ഉന്നതരീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമാവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവെ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണം. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, കൊരിന്തോസുകാർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 9-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധാത്മനെ അനുഗ്രഹിക്കട്ടെ. ദേവാലയത്തിലേക്കുള്ള ഭക്ഷണം ദേവാലയത്തിൽ നിന്നാണെന്നും അൾത്താര ശുശ്രൂഷകർ ബലിവസ്തുക്കളുടെ പങ്ക് പറ്റുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കുമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇതൊന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ എഴുതുകയുമല്ല. എന്തെന്നാൽ മറ്റൊരുവനിൽ നിന്ന് അഭിമാനക്ഷതമേൽക്കുന്നതിൽ ഭേദം മരിക്കുകയാണ്. ഞാൻ സുവിശേഷ
സ്തുതി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, എന്നുമെന്നും ദൈവം ജീവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. 8-ാം അധ്യായം 41 മുതൽ തിരുവചനങ്ങൾ. യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു. എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗിലെ ഒരധികാരിയായ ജായിറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു. 12 വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏക പുത്രി ആസന്ന മരണയായിരുന്നു. അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു. അപ്പോൾ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനു സ്പർശിച്ചു എന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കണ്ട. യേശു ഇത് കേട്ടു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടി അകത്ത് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കരയണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിരുന്നത് കൊണ്ട് അവർ അവനെ പരിഹസിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികേ, എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു. ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ആഹാരം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു. അവളുടെ മാതാപിതാക്കന്മാർ അത്ഭുതസ്തബ്ധരായി. ഈ സംഭവം ആരോടും പറയരുത് എന്ന് അവൻ കൽപ്പിച്ചു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ഈ കൊറോണ കാലത്ത് ഒട്ടും സംഭവിക്കാൻ സാധ്യതയില്ലാതിരുന്ന കാര്യമാണ്. കർത്താവിനോട് ഈ കൊറോണ കാലത്ത് എൻ്റെ മകൾ കൊറോണ ബാധിച്ച് മരിക്കാനായി കിടക്കുന്നു, ആസന്ന മരണയായിരിക്കുന്നു, വെന്റിലേറ്ററിലാണ്,
അതുകൊണ്ട് കർത്താവെ, നീ ഒന്ന് വന്ന് എൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? കർത്താവ് വരും. കാരണം കർത്താവ് വന്നത് തൻ്റെ ജീവൻ തന്നെ കൊടുക്കാനാണ്. പക്ഷേ അവിടെയുള്ള നഴ്സുമാരും ഡോക്ടർമാരും ഒന്നും അങ്ങോട്ട് കടത്തി വിടില്ല. കാരണം എന്താ? കർത്താവെ, നിൻ്റെ ജീവൻ അപകടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ ജീവൻ വളരെ വിലപ്പെട്ടതാണ്. വയസ്സ് 33 നീ ഈ വലിയ അപകടമൊന്നും വരുത്തി വെക്കേണ്ട. നീ കുറച്ചു കാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതാണെന്ന് പറഞ്ഞ് കർത്താവിനെ തടയും. ഈ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ചിന്ത വന്ന ഒരു കുഞ്ഞുകാര്യത്തിന് പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇത് ലേഖനത്തിലെ ഒരു വാക്കിൽ നിന്നാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഈ വചനം അച്ഛൻ ഇന്നലെ മുതൽ ധ്യാനിക്കുന്നതാണ്. ഇന്നിപ്പോൾ കുമ്പസാരക്കൂട്ടിലെ കസേരയിൽ ഇരുന്ന് അച്ഛൻ ഈ വചനത്തെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ യാക്കോബ് 5:13 വചനം കൂടി ഓർത്തു. അത് കൊറോണ കാലത്തോട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് പറയാം. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ഞങ്ങളിലെ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെയാണ്. കൊറോണ കാലത്ത് വെന്റിലേറ്ററിൽ കഴിയുന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവർ. നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. അനേകർ ഇന്ന് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം മനുഷ്യർ ദുരിതം അനുഭവിക്കാൻ കാരണം, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് മിഷൻ ഞായറാഴ്ചയാണ്. ഇന്ന് ഏറെ പേര് ദുരിതം അനുഭവിക്കാൻ കാരണം സുവിശേഷം പ്രസംഗിക്കേണ്ടവര് സുവിശേഷം പ്രസംഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കേണ്ടവര് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെന്ന് മനസ്സിൽ വരുന്ന ചിന്ത, ഇന്നൊരു മാമോദീസായുണ്ട്. ആൽബർട്ട് ഒരു മാമോദീസായുണ്ട്. മാമോദീസ സ്വീകരിച്ച എല്ലാവരുടെയും അടിസ്ഥാനപരമായ കടമയാണ്, ഉത്തരവാദിത്വമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കേണ്ടവര് എല്ലാവരും സുവിശേഷം പ്രസംഗിക്കാത്തത് കൊണ്ടാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. പെട്ടെന്ന് ചെന്ന് മനസ്സിൽ വരുന്നൊരു ഉദാഹരണം, ഈ മാസ്കിന്, കൊറോണ കാലത്ത് മാസ്കിന് 2 നിറമുണ്ടെന്ന് പറയാം. 2 നിറമുള്ള മാസ്കുകളുണ്ട്. ഒരു നിറം ഇത് ധരിച്ചിരിക്കുന്ന ആള് രോഗിയാണെങ്കിൽ ആ ആളിൽ നിന്ന് രോഗാണുക്കൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അടയാളം നിറം. അങ്ങനെയല്ലേ ഡോക്ടർ സിസ്റ്ററെ? അതൊന്നും ആളുകൾ ശ്രദ്ധിക്കാറൊന്നുമില്ല. അത് ഏതെങ്കിലും ദോഷത്തിന് ഇട്ടേക്ക് ഉത്തരവുള്ളൂ. അത് തിരിച്ചും മറിച്ചുമൊക്കെ ധരിക്കും. അത് ധരിക്കേണ്ട രീതിയിലൊന്നുമല്ല ധരിക്കലോ പൊതുവേ. അപ്പോൾ ഇങ്ങനെ ഇത് അതുൾപ്പെടെ ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ഈ സുവിശേഷം പറയേണ്ടവർ പ്രസംഗിക്കേണ്ടവർ അത് പ്രസംഗിക്കാത്തത് കൊണ്ട് വളരെ പേര് ദുരിതത്തിലാകുന്നുണ്ട്. ഇറ്റലിയിൽ കൊറോണ കാലത്തെ ആരംഭത്തിൽ ഒരു വല്യപ്പൻ മരിക്കാറായി കിടന്നപ്പോൾ തൻ്റെ കൊച്ചുമകനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞതായിട്ടൊരു വീഡിയോ കണ്ടത് അച്ഛൻ പെട്ടെന്ന് ഓർക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ആ മോനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. കാരണം ഈ മോൻ യുവാവാണ്, മകൻ്റെ മകൻ. അവൻ കളിച്ചു കൂട്ടുകാരൊക്കെ ആടിപ്പാടി നടന്നതിൻ്റെ ആകത്തുകയായിട്ടാണ് ഈ വല്യപ്പന് കൊറോണ കിട്ടിയത്. അങ്ങനെ വല്യപ്പൻ മരിക്കാനിടയായത്. അപ്പോൾ ആ മോനെ ഒന്ന് കാണാൻ ഈ വല്യപ്പൻ ആഗ്രഹിക്കുക. പക്ഷെ വല്യപ്പന് കാണാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടവർ പ്രസംഗിക്കേണ്ട പോലെ പ്രസംഗിച്ചിരുന്നെങ്കിൽ ദുരിതങ്ങൾ അധികമൊന്നും ഉണ്ടായില്ല. അത് ചൈനയിലെ രാഷ്ട്രാധികാരികൾ മുതൽ നമ്മുടെ ഈ അറ്റത്തെ ഇപ്പോഴത്തെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ തങ്ങളുടേതായ ലാഭങ്ങളും തങ്ങളുടേതായ നേട്ടങ്ങളും ഒക്കെ കൊണ്ട് അത് ഉദ്ദേശിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്നാൽ
സുവിശേഷം നൽകുന്ന പ്രതിഫലം പോലും സ്വീകരിക്കാതെ പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നത് പോലെ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലം എന്നിയെ സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം. ഇന്നത്തെ പ്രഭാതത്തിൽ അച്ഛന് ഒരു വലിയ സുവിശേഷ പ്രസംഗത്തിന് ഓർമ്മ ഉണർന്ന ഉടനെ കർത്താവ് അച്ഛനെ ഓർമ്മിപ്പിച്ചു തന്നത് ഒരു വലിയ സുവിശേഷ പ്രസംഗനെ കുറിച്ചാണ്. യോഹന്നാൻ ശ്ലീഹ സുവിശേഷ ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗകനാണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ സമ്മതിക്കുമോ? ആരെങ്കിലും സമ്മതിക്കുക കേട്ടോ? കൊറോണ കാലത്തിനൊക്കെ മുമ്പ് ചോദ്യങ്ങൾ ചോദിച്ച് സുവിശേഷം പ്രസംഗിച്ച ആ ശൈലിയിലേക്ക് തിരിച്ചു വരട്ടെ. നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ? ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവ് കാണിച്ചു തന്നെങ്ങനെയാ, മകനെ, യോഹന്നാനാണ് ആ 12 പേരിൽ ഏറ്റവും വലിയ സുവിശേഷ പ്രസംഗകൻ. എന്താണ് കർത്താവ്? നീ ഓർക്കുക, ആ അമ്മയെ കൊറോണ മരണമൊന്നുമല്ല, എങ്കിലും അതിലും ഭീകരമായ ദുഃഖത്തിലെ വേദനയിലെ ഭയത്തിൽ ആകുലതയിലായിരുന്ന ആ അമ്മയെ സംരക്ഷിക്കാൻ ആകെ ആ ഒരു മകൻ മാത്രമേ ഉണ്ടായുള്ളൂ. അവനെ, ആ അമ്മയെ യോഹന്നാൻ ഞാൻ കുരിശിൽ കിടന്ന് പറഞ്ഞത് കേട്ട് സംരക്ഷിച്ചത് കൊണ്ടാണ് ലോകത്തിലെ ഏറെ ദുരിതങ്ങൾ അവസാനിച്ചത്. ഞാൻ ചോദിച്ചു, കർത്താവ് അതെങ്ങനെയാണ്? അതെ, എന്നിട്ട് അച്ഛനെ പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു തന്നത് ലൂക്ക 19:1-10. അതെങ്ങനെ ഇതുമായിട്ട് ബന്ധമെന്ന് ചിന്തിക്കും. അച്ഛൻ ആലോചിച്ചിരിക്കുന്നതല്ല, അതിങ്ങനെ വരുന്നതാണ് മനസ്സിലേക്ക്. എന്താണ് ലൂക്ക 19:10 സഖേയൂസിനെയാണ് കാണുക. ഇന്നലെ നടന്ന ഒരു കൊറോണ രോഗിയുടെ മരണത്തോട് ബന്ധപ്പെട്ട മരണത്തിൽ അത് പങ്കെടുക്കാനായിട്ട് സിമിത്തേരിൻ്റെ അടുത്തൊരു മരത്തിൻ്റെ മുകളിൽ ഒരാൾ കയറി എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസ് പാലിച്ചാണ്. മരത്തിൻ്റെ മുകളിൽ ഉൾപ്പെടെ കയറി നിന്നാണ് ഇത് കണ്ടതെന്ന് പറയുന്നത്. ആ വികാരിച്ചു പറഞ്ഞതാണ്. അപ്പോൾ ഈ സഖേയൂസിന്റെ കഥയാണ് ലൂക്ക 19:10. സഖേയൂസിനോട് പറയുന്നത്, നീ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈ ക്രൂശിതനായ എന്നെ പ്രസവിച്ച അമ്മ, അവൾ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുകയാണ്. അവളെ സംരക്ഷിച്ചതിലൂടെ ആ കുടുംബം, അപ്പസ്തോല കുടുംബം മുഴുവൻ അനുഗ്രഹീതമാകാൻ ഞാൻ ഇടയാക്കി. അതെ, ആ 12 പേരുടെ മേലെ ആത്മാവിനെ വർഷിക്കാൻ, അങ്ങനെ ആ കുടുംബം, അപ്പസ്തോല കുടുംബം അനുഗ്രഹീതമാകാൻ ഈ യോഹന്നാൻ എന്ന ശിഷ്യന്റെ ഈ പ്രേക്ഷിത പ്രവർത്തനം അതിനാണ് കാരണമായത്. അച്ഛൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. അപ്പോഴും അച്ഛൻ കട്ടിലത്തിന് കിടക്കുകയാണെന്ന് ഓർക്കണം. രാവിലെ ഇന്ന് ഇവിടെ വന്നിരുന്ന അച്ഛൻ്റെ ലാപ്ടോപ്പിൽ കുറിച്ചത് ഇതിനെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ജീവിത ശൈലി, അത് നമ്മളൊരു നോട്ടം കൊണ്ടാകാം, നമ്മളൊരു വാക്കുകൊണ്ടാകാം, നമ്മുടെ വെറുതെ ഒരു സാന്നിധ്യം കൊണ്ടാകാം. വളരെ പ്രത്യേകമായിട്ട് ഒരു കുടുംബത്തെ ഓർത്തു പോയി. ഇന്നലെ കൊറോണ ബാധിച്ച് മരിച്ച ഒരു കുടുംബം, അവിടെ 3 മക്കളുണ്ട്. 20, 19, 18, 20, അതെ 3 വയസ്സ്. ഈ 3 മക്കള് സാധാരണഗതിയിൽ ഒരു മരിച്ച വീട്ടിൽ എന്തുമാത്രം പേരുണ്ടാകും വൈകുന്നേരം ചെന്നാലും, അല്ലേ? പക്ഷേ ആ വീട്ടിൽ ആർക്കും കടന്നു ചെല്ലാൻ പറ്റണില്ല, പേടിയാണ്. മനസ്സിലായോ? സ്വന്തം രക്തത്തിലുള്ളവർക്ക് ഉൾപ്പെടെ പേടിയാണ്. അവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ പേടിയാണ്. അതിലും പേടിയായിരുന്നു അപ്പസ്തോലന്മാർക്ക്. അതിലും പേടിയായിരുന്നു യോഹന്നാന്. പക്ഷേ യോഹന്നാൻ ആ അമ്മയെ സംരക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നും കുരിശിൽ കിടക്കുന്ന ഏറെ മനുഷ്യരുണ്ട്. കുരിശിൽ കിടന്ന് പിടയുന്ന ഏറെ മനുഷ്യരുണ്ട്. ചിലപ്പോൾ കടബാധ്യതയുടെ കുരിശിലാകാം,
ചിലപ്പോൾ ഒരു ദുരാശയുടെ കുരിശിലാകാം, ചിലപ്പോൾ സമൂഹം ഒറ്റപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടുള്ള കുരിശാകാം, ചിലപ്പോൾ അപമാനത്തിൻ്റെ കുരിശാകാം. അപ്പോസ്തലൻ പറയുന്നില്ലേ, മറ്റൊരുവരിൽ നിന്ന് അഭിമാനിച്ചത് നിൽക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. അപമാനഭാരം കൊണ്ട് അപമാനഭാരത്തിൻ്റെ കുരിശിൽ കിടക്കുന്നവരുടെ മനുഷ്യരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അതിന് പലപ്പോഴും പലർക്കും പറ്റുന്നില്ല. അച്ഛൻ കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞ ആ രോഗിയോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധത്തിലുള്ള സിസ്റ്റർ പറഞ്ഞ ഒരു വാചകം അച്ഛൻ ഓർക്കുകയാണ്. അച്ഛാ, എൻ്റെ ഏറ്റവും വലിയ ദുഃഖം ആ കൊച്ചുങ്ങളെ ഒന്ന് അവരുടെ അപ്പച്ചൻ്റെ മരണാസന്നമായ അവസ്ഥയിൽ മരിച്ചു പോവുകയാണെങ്കിൽ അവരൊന്ന് ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാകില്ലല്ലോ എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരപ്പൻ മരിക്കുമ്പോൾ ആ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരോടൊത്തൊന്നായിരിക്കാൻ ആരും ഉണ്ടാകില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ വലിയ വേദന. ആ സന്യാസിനിയുടെ ഒരു സന്യാസിനിയാണ് ഇങ്ങനെ പറഞ്ഞത്. ആ സന്യാസിനിയുടെ പ്രാർത്ഥന തമിഴാൻ കേട്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ രോഗിയെ ഒരു 3 ദിവസം കൂടിയ വെന്റിലേറ്ററിൽ ഈ അവസ്ഥയിൽ തന്നെ തുടരാൻ ദൈവം അനുവദിച്ചു. കാരണം 3 ദിവസം മുമ്പേ ശരിക്കും വന്ന് മരിച്ച അവസ്ഥയിലെത്തിയതാണ്. പക്ഷേ തമ്പുരാൻ അനുവദിച്ചു. എന്തിനാണ്? ഈ 3 മക്കളുടെയും ക്വാറന്റീൻ പീരീഡ് കഴിഞ്ഞ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന അവസ്ഥയാക്കി. അതുകൊണ്ട് ആ 3 മക്കൾക്ക് ഈ അപ്പൻ്റെ മതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലെങ്കിലോ ആ ദുഃഖം ആ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും തീരില്ല, ജീവിതത്തിൽ ഒരിക്കലും. അപ്പോൾ ദൈവം ആ സന്യാസിനിയുടെ പ്രാർത്ഥന കേട്ട രീതിയാണ് പറയുക. ഇങ്ങനെ പ്രാർത്ഥിക്കാനെങ്കിലും വേദനയിൽ പെടുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ, അവരുടെ കുരിശിനോട് ചേർന്ന് നിൽക്കാൻ, അവരെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കാൻ, അവരെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കാൻ, അവരോട് സുവിശേഷം പറയാൻ, അത് ഇതിനൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ പ്രേക്ഷിതരാകുന്നത്. യോഹന്നാൻ ശ്ലീഹ അങ്ങനെ യോഹന്നാന് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ലാപ്ടോപ്പിൽ ഇതിങ്ങനെ കുറിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ ഒരു വാക്കിങ്ങനെ കുറിച്ചു. അതെ, യോഹന്നാനെ ബദ്ലഹത്തെ ഗുഹ പോലെ അനുഗ്രഹിക്കുകയാണ്. അതെങ്ങനെയാണാവോ അല്ലേ? തിരുപ്പിറവിയുടെ സാന്നിധ്യം, ദൈവികത നിറഞ്ഞ് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയത് ആ ഗുഹയ്ക്കാണ്, ബദ്ലഹത്തെ ഗുഹയ്ക്കാണ്. അവിടുത്തെ മനുഷ്യർക്ക്, അവിടുത്തെ കുടുംബങ്ങൾക്ക് ആർക്കും ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയില്ല, ഈ ഗർഭിണിയെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. അവരുടെ യോഗ്യരല്ലായിരുന്നു, അവരുടെ ഒന്നും ഭവനങ്ങളിൽ സ്ഥലമില്ലായിരുന്നു. നമ്മുടെ ഏറെ ജീവിതങ്ങളിൽ, ഹൃദയങ്ങളിൽ ഇതുപോലെ സ്ഥലമില്ലായ്മയുണ്ട്. ആർക്കും സ്ഥലമില്ല, നമുക്ക് മാത്രമേ സ്ഥലമുള്ളൂ. നമുക്ക് സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗുഹ അനുഗ്രഹീതമായതുപോലെ യോഹന്നാന്റെ ഹൃദയം അതുപോലെ അനുഗ്രഹീതമാവുകയായിരുന്നു. എന്തിനാണ്? ക്രിസ്തുവിന്, ക്രൂശിതനായ ക്രിസ്തുവിന് പിറക്കാൻ, ക്രൂശിതനായ ക്രിസ്തുവിന് ആ ഉത്ഥാന രഹസ്യ, ആ ദൈവികതയുടെ നിറവും തികവുമൊക്കെ നൽകാൻ, ആ രഹസ്യം സഭ ജനിക്കുന്നത് ഈ പറഞ്ഞ യോഹന്നാന്റെ ഈ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ, ബന്ധത്തിൻ്റെ, അമ്മയെ ചേർത്ത് പിടിക്കലിൻ്റെ, അമ്മയോടൊത്തായിരിക്കലിൻ്റെ, ആ അമ്മയ്ക്ക് സംരക്ഷണം നൽകലിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഈ സക്രാരിയുടെ മുമ്പിൽ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ എന്തൊക്കെയോ ഒരു കുളിർമ അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇനി ബലി അർപ്പിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഈ മിഷൻ ഞായറാഴ്ച ഞങ്ങളുടെ ജീവിതം മിനിമം ഞങ്ങളുടെ മക്കളോടെങ്കിലും ഞങ്ങളുടെ ജീവിതം കൊണ്ട് സുവിശേഷം പറയാൻ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് സുവിശേഷം പറയാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ. അത്രയും വിശ്വാസവും അത്രയും തീക്ഷ്ണതയും അത്രയും ദൈവവചന ആഭിമുഖ്യവും പ്രാർത്ഥനാ ചൈതന്യവും സ്നേഹവും ഔദാര്യവും എങ്കിലും ഞങ്ങളിൽ നിറയ്ക്കണേ. ഇതിലൊക്കെ ഞങ്ങളിൽ വലിയ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളെപ്പോലും ഞങ്ങൾ വളർത്തിയാൽ എന്ത് കിട്ടും എന്ന ചിന്ത ഞങ്ങൾ ഭരിച്ച നിമിഷങ്ങളുണ്ട്. മക്കൾക്ക് പച്ചവെള്ളം പോലും കൊടുക്കാൻ, ഒരു ഗ്ലാസ് വെള്ളം പോലും സ്നേഹത്തോടെ കരുണയോടെ എടുത്ത് കൊടുക്കാൻ ഉള്ള ഔദാര്യം പോലില്ലാത്ത അപ്പന്മാരെ അച്ഛൻ കണ്ടിട്ടുണ്ട്.
അമ്മമാരെയും ചുരുക്കായിട്ട് കണ്ടിട്ടുണ്ട്, വളരെ ചുരുക്കം. പ്രിയപ്പെട്ടവരെ, ജീവിതം കൊണ്ട് സുവിശേഷം പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലെ ദൈവിക വെളിച്ചം ക്രിസ്തു വീണ്ടും തിരക്കും. ക്രിസ്തുവിൻ്റെ സമാധാനം നിറയും. മാലാഖമാർ നമ്മുടെ ഭവനത്തിൽ വന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിലെ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് പറയും. അവിടെ കൊട്ടാര വീടോ അതിന് സമാനമായ സംവിധാനങ്ങളൊന്നുമില്ല. കാലിത്തൊഴുത്തിലെ ആ ദരിദ്രാവസ്ഥയിലും ദൈവസാന്നിധ്യം നിറയും. അങ്ങനെ ദൈവസാന്നിധ്യം നിറഞ്ഞ ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ തീരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അങ്ങയുടെ മഹത്വം കൊണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ അങ്ങയെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷ പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും മാർ ആന്റണി മെത്രാപ്പൊലീത്തായെയും സഭാധ്യക്ഷന്മാരെവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉദ്ധാരണവും പ്രതീക്ഷയുമായ മിശിഹായെ അങ്ങ് കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ അങ്ങയുടെ വലത്തുഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്ന് ചേർന്ന് എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവേ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. ഞങ്ങളുടെ പാപങ്ങളുടെ കാരുണ്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ.
ജീവനെയും പങ്കുവയ്പിൻ ഒന്നു ചേർന്നിടാം കാഴ്ചയിടാം ഇന്നു പൂർണ്ണമായി നൽകാം കാഴ്ചയിടാം ഈ വേദിയിൽ. അങ്ങേ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെ മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ, ആമേൻ ആമേൻ. മാർത്തോമായേയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉദ്ധിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയരങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ നോക്കാം നിത്യം വാഴ്ത്തിടാം. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ സൃഷ്ടിക്കപ്പെടാത്ത ഏകകർത്താവായ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിനുള്ള ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കും. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സായികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായി ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവെ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകങ്ങൾക്ക് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നവരെയും അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികരണത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമകും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ
ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ തരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംഹരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും ശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അംഗങ്ങളുടെയും ബഹുമാനത്തിൽ അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ഇടവക മുഴുവനും വേണ്ടി ബലഹീനനും ഭാവിയുമായ എനിക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ
പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവനനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുമ്പിൽ തരും. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം ഭക്ഷിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകും. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥ വാഗ്ദാന പേടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ ദിവപരിമളത്താൽ എന്നെ സുഗന്ധപൂരിതനാക്കണം. വഴി തെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലടീനായ കർത്താവെ, അറിഞ്ഞും അറിയാതെ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകനെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കും. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രചുര പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവമേ
പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. എന്റെ ജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നു. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായി. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ദൈവപുത്രന്റെ മരണ വഴി കുരിശ് വിജയവരിച്ചു. കുരിശാകുന്നതും ഭാഗമാകുന്നതിന്റെ ചേരം കുരിശിന്റെ നടുവിൽ നമുക്ക് അഭയം തരണം. ക്രൈസ്തവന്റെ പടവാളം സ്നേഹത്തിന്റെ പതാകയെ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ പരിവഴി തന്റെ ശരീരത്തെ ഞങ്ങൾക്ക് നൽകിയ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും ആമേൻ. സഹോദരരെ, ഇതാ നമുക്കായി സ്വർഗീയ വിരുന്നൊരുക്കിയിരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവം എന്നേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാകട്ടെ.
സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൻ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോ, ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ,